നാരായണ ഗുരുദേവൻ പോലും മാടനും മറുതിയും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മാടനും മറുതിയും അല്ല വേണ്ടത്. തെറ്റ് പറ്റിയാൽ എനിക്കാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും ഏത് ഗുരുവായാലും തിരുത്തണം. പക്ഷെ അദ്ദേഹത്തെ തിരുത്തിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അദ്ദേഹം കുറെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനം കൊണ്ട് മനുഷ്യത്വം ഉണ്ടാക്കിയ പദ്ധതിക്ക് പറയുന്നവരാണ് നവോത്ഥാനം, കേരളീയ നവോത്ഥാനം. ആ വിധേയത്വത്തെ എന്ന് നിലനിർത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് വഴിനടത്തിയൽ സമരം, കല്ലുമാല നിർമ്മാർജ്ജന സമരം. കല്ലുമാല മോളിക്ക് ഇപ്പോൾ കഴുത്തിലിരിക്കുന്ന ചെറിയൊരു ചെയിനാണ്. ഇത് ഒഴിവാക്കാൻ മോളിക്ക് ഒരാളുടെ സമ്മതം വേണമെന്ന് പറഞ്ഞാൽ അയ്യങ്കാളി യജമാനൻ കൈ പിടിച്ചു പോകുന്ന സമയത്ത് നീ നിന്റെ കുട്ടിയെ കൊണ്ട് വരണ്ട എന്ന് പറയും. കുട്ടി അവിടെ ഇട്ടപ്പോൾ അതോടുകൂടി വിദ്യാലയം കത്തിക്കുകയും ചെയ്ത ആളുകൾക്കുണ്ടായ മാറ്റത്തെ അല്ല ഇവർ നവോത്ഥാനം പറയുന്നത്. ആ കുട്ടിയെ സ്കൂളിൽ ചേർത്ത് എന്ന് പറഞ്ഞിട്ട് എന്തൊരു സംഭവം പോലെ പറയുകയാണ്. അതിലൊരു പങ്കാണ് ദൈവികതയ്ക്കും ദൈവങ്ങൾക്കും ഉണ്ട്. ഈ ചാത്തനും നീലിയും പിറന്ന മണ്ണിൽ ഒരു ചാത്തന്റെയോ ഒരു നീലിയുടെയോ മഹാക്ഷേത്രങ്ങളില്ല. ഉള്ളതൊക്കെ വനദുർഗയുടെയും ശാസ്താവിന്റെയും കിരാതമൂർത്തിയുടെയും. ഈ ചാത്തനെ മാറ്റി നിർത്തിയതും ഈ പറഞ്ഞ ചാത്തനെ ഉള്ള സ്ഥലത്ത് സങ്കല്പം പറയുമ്പോൾ ഇവര് നേരെ ബ്രാഹ്മണ പൂജ വരാൻ വേണ്ടിയിട്ട് വനദുർഗയാക്കുകയാണ്. വനം എന്ന് പറഞ്ഞാൽ കാടാണ്. ആ ദുർഗയാര വിദ്യാദേവത നീലിയാണ്. ഗോപാലകൃഷ്ണൻ നേരെ പോയിട്ട് പറഞ്ഞ ഗുരുവായൂരിൽ ഒരു മുസ്ലിം MLA ഉണ്ടായി, ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. എന്നാൽ ഇതുപോലെ തന്നെ ഇതിനേക്കാൾ വലിയ ഗുരുവായൂരിനേക്കാൾ വലിയ ക്ഷേത്രമാണ് കേരളത്തിൽ ശബരിമല. ശബരിമല ഇവരുടെ പ്രതിനിധിയായിട്ട് ആരാ നിർത്തിയത്? ഇവർ നിർത്തിയിരിക്കുന്ന ക്രിസ്ത്യനെയാണ്, അതും പെന്തക്കോസ്തുകാരനെയാണ്. ഈ പെന്തക്കോസ്തുകാരനെ നിർത്തി NDA കാരൻ ഇവിടെ വന്ന് പറയുകയാണ്. അതിൽ ചെറിയൊരു മാറ്റമുള്ളത് ഞാൻ ഇങ്ങനെയൊക്കെ വിമർശിച്ചാലും BJP-ക്കാണ്. അവരെന്താ വെച്ചാൽ അത് അയാളുടെ മുർമു പ്രസിഡന്റാണ്, മോദി OBC ആണ്. OBC-കാർക്ക് എന്താ മോദി ഇത് എനിക്കറിയില്ല. മുർമു എന്താണ് പട്ടികജാതിക്കാർക്ക് ചെയ്യണം എനിക്കറിയില്ല. എൻ്റെ ജനത എന്ന് പറഞ്ഞാൽ എനിക്കൊരു തരത്തിലും മാറ്റമില്ല. എന്നാലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരാരോ, പ്രത്യേകിച്ച് അടിസ്ഥാന വിഭാഗങ്ങളും സ്ത്രീകളുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ നാരായണ ഗുരുദേവൻ പോലും മാടനും മറുതിയും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മാടനും മറുതിയും അല്ല വേണ്ടാത്തത്. തെറ്റ് പറ്റിയാൽ എനിക്കാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും ഏത് ഗുരുവായാലും തിരുത്തണം. പക്ഷെ അദ്ദേഹത്തെ തിരുത്തിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അദ്ദേഹം സ്വർഗസ്ഥനായി കഴിഞ്ഞിരിക്കുന്നു. മറിച്ച് മാടനും മറുതിയും അല്ല പ്രശ്നം. മാടനെയും മറുതിയും മനസ്സിലാക്കാതെ മാടനെയും മറുതിയും മോശമാണെന്ന് കരുതി ആ ജനതയെപ്പോലും അധന്മാരമാക്കി നിർത്തുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെ. അപ്പോൾ അതിനെന്ത് വേണം? ആ ദൈവങ്ങളെ മാറ്റുകയല്ല. ആ ദൈവങ്ങളുടെ പേരിൽ ഒരു മനുഷ്യരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരാണ് മാറേണ്ടത്. വഴി നടക്കാത്തവരല്ല ഇവിടെ പ്രശ്നം, വഴി നടത്താത്തവരാണ്. പക്ഷെ ഇന്ന് നവോത്ഥാനം പറയെന്താ? കുറേ ആളുകൾ വഴി നടത്തിയില്ലേ, നിങ്ങളെയൊക്കെ സ്കൂളിൽ കയറ്റിയില്ലേ. സ്കൂളിൽ കയറ്റിയതും വഴി നടത്തിയതുമല്ല മേന്മ, തടഞ്ഞവന്മാർക്ക് മനുഷ്യത്വം ഉണ്ടായതാണ് മേന്മ. അതുകൊണ്ട് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മനുഷ്യത്വമില്ലാതെ രണ്ട് കാലിൽ നടന്ന കുറേ മൃഗങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടാക്കി കൊടുത്ത കുറേ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനം കൊണ്ട് മനുഷ്യത്വം ഉണ്ടാക്കിയ പദ്ധതിക്ക് പറയുന്നവരാണ് നവോത്ഥാനം, കേരളീയ നവോത്ഥാനം. പക്ഷെ അത് പറഞ്ഞാൽ എന്താണ്? ഈ അടിച്ചമർത്തപ്പെട്ടവൻ വീണ്ടും ഞങ്ങൾ കുഴപ്പമില്ലായിരുന്നു, അത് പാടില്ല. അവൻ വിധേയത്വം വേണം. ആ വിധേയത്വത്തെ എന്ന് നിലനിർത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് വഴിനടത്തിയൽ സമരം, കല്ലുമാല നിർമ്മാർജ്ജന സമരം. കല്ലുമാല മോളിക്ക് ഇപ്പോൾ കഴുത്തിലിരിക്കുന്ന ചെറിയൊരു ചെയിനാണ്. ഇത് ഒഴിവാക്കാൻ മോളിക്ക് ഒരാളുടെ സമ്മതം വേണമെന്ന് പറഞ്ഞാൽ ഊരിക്കളയാൻ ആഗ്രഹിക്കുന്ന മോളിക്കാണോ പ്രശ്നം, അല്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവർക്കാണോ പ്രശ്നം? ചെയ്യാൻ പാടില്ല പറഞ്ഞവർക്കല്ലേ സ്വാതന്ത്ര്യത്തിലേക്ക് കൈ കടന്നു കയറ്റം. പക്ഷെ ഇപ്പോഴും നവോത്ഥാനം പറഞ്ഞ അങ്ങനെയല്ല. പഞ്ചമിയുടെ ഉരുട്ടമ്പലത്തിലും സ്കൂളിലേക്ക് കൈ പിടിച്ചു പോയ അയ്യങ്കാളി യജമാനൻ കൈ പിടിച്ചു പോകുന്ന സമയത്ത് നീ നിന്റെ കുട്ടിയെ കൊണ്ട് വരണ്ട എന്ന് പറയും. കുട്ടി അവിടെ ഇട്ടപ്പോൾ അതോടുകൂടി വിദ്യാലയം കത്തിക്കുകയും ചെയ്ത ആളുകൾക്കുണ്ടായ മാറ്റത്തെ അല്ല ഇവർ നവോത്ഥാനം പറയുന്നത്. ആ കുട്ടിയെ സ്കൂളിൽ ചേർത്ത് എന്ന് പറഞ്ഞിട്ട് എന്തൊരു സംഭവം പോലെ പറയുകയാണ്. വഴി നടക്കാൻ ഒരു വഴി നടക്കാൻ ശവം കൊണ്ടടക്കം പറ്റുന്നു. ഇന്നും പറ്റാത്ത രാജ്യമാണിത് പല സ്ഥലത്തായിട്ട്. ഇത് പറയുമ്പോൾ ജാതി പറയുന്നു, ഭിന്നിപ്പിക്കുന്നു. നമ്മളെ ഉള്ള ഈ രാജ്യത്തുള്ളൊരു പോരായ്മയാണ് പറയുന്നത്. അതിലൊരു പങ്കാണ് ദൈവികതയ്ക്കും ദൈവങ്ങൾക്കും ഉണ്ട്. മന്ത്രസിദ്ധിസ്തു കേരള എന്നാ പറയുക. അപ്പം ഞാൻ ഈ സ്ഥിരതാമസം ഉറപ്പിക്കുന്നത് കല്ലടിക്കോടാണ്. എന്തുകൊണ്ട് കല്ലടിക്കോട്? കല്ലടിക്കോടിൻ്റെ താഴ്വരയിൽ ഒത്തിരി ക്ഷേത്രങ്ങൾ പുതുതായിട്ട് പണി കഴിച്ചിട്ടുണ്ട്. അവിടെയുള്ളതൊക്കെ അസ്താക്ഷേത്രങ്ങളും വനദുർഗാ ക്ഷേത്രങ്ങളും കിരാതമൂർത്തി ക്ഷേത്രങ്ങളുമായിട്ടാണ് കാണുന്നത്. ഒക്കെ ഹൈന്ദവ സംഘടനയുടെ ആളുകൾ കൂടി ചേർന്നിട്ടാണ് ഈ പണിക്കുന്നത്. ഈ ചാത്തനും നീലിയും പിറന്ന മണ്ണിൽ ഒരു ചാത്തന്റെയോ ഒരു നീലിയുടെയോ മഹാക്ഷേത്രങ്ങളില്ല. ഉള്ളതൊക്കെ വനദുർഗയുടെയും ശാസ്താവിന്റെയും കിരാതമൂർത്തിയുടെയുമാണ്. ഈ ചാത്തനെ മാറ്റി നിർത്തിയതും ഈ പറഞ്ഞ ചാത്തനെ ഉള്ള സ്ഥലത്ത് സങ്കല്പം പറയുമ്പോൾ ഇവര് നേരെ ബ്രാഹ്മണ പൂജ വരാൻ വേണ്ടിയിട്ട് വനദുർഗയാക്കുകയാണ്. വനം എന്ന് പറഞ്ഞാൽ കാടാണ്. ആ ദുർഗയാര വിദ്യാദേവത നീലിയാണ്. അവിടുത്തെ നീലിയാണ് അവിടെ ഉണ്ടാവുക. പക്ഷെ അതിനെ പ്രതിഷ്ഠിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അതിനും കുടുംബത്തിലേ ഉണ്ടാവുള്ളൂ. ഈ കേരളത്തിന്റെ എവിടെ നോക്കിക്കോളൂ, ഈ കേരളം മുഴുവൻ നോക്കിക്കഴിഞ്ഞാലും കേരള ചരിത്രത്തിൽ ഭാർഗവ ക്ഷേത്രമാണെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അത് ഒരിക്കലും പരശുരാമന്റെ ഭൂമിയല്ല എന്നുള്ളത്. ഇവിടെയുള്ള ഇവിടുത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ദൈവസങ്കല്പങ്ങളും ആരാധനകളുമാണ്. ഇവിടെ ഏതുണ്ട് മഹാക്ഷേത്രങ്ങൾ? എല്ലാം മറ്റൊരു സങ്കല്പമായിട്ടല്ലേ കാണുന്നത്. അതുണ്ടാകേണ്ടതല്ല പറയുന്നത്. പക്ഷെ മറിച്ച് ഏതൊരു രാജ്യത്ത് പോയാലും അറേബ്യയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അവശിഷ്ടങ്ങൾ കാണില്ലേ? അവിടെ ഇതിനു മുമ്പുണ്ടായിരുന്ന ആളുകളുടെ ആരാധന അവശിഷ്ടങ്ങൾ ഉണ്ടാവില്ലേ? അവരെ കുറ്റം പറയും. അവിടെ മുഹമ്മദ് അത് ചെയ്തു, ഇത് ചെയ്തു, ക്രൈസ്തവർ വന്ന് മതം മാറ്റി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവിടെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ഒരു ആരാധനാവശിഷ്ടം പോലും ഈ രാജ്യത്ത് തീർത്തിട്ടില്ല. അയോധ്യയിലെ രാമക്ഷേത്രം വേണമെന്ന് പറയുന്ന ഒരാൾ പോലും, അതിനുവേണ്ടി സമരം ചെയ്യുന്ന ഒരാൾ പോലും ഈ നാടിൻ്റെ തദ്ദേശീയ ജനവിഭാഗത്തിൻ്റെ ഒരു ആരാധനാ കേന്ദ്രം പ്രൗഢിയോടുകൂടി നിൽക്കണമെന്ന് പറയുന്നില്ല. എവിടെയാണ് ഹിന്ദുത്വം? എവിടെയാണ് ഹിന്ദു ബോധം? അതുണ്ടാകുന്നില്ല.
ഹിന്ദുവിനെ സ്നേഹിക്കുന്നു, വിശാല ഹിന്ദുത്വം പറയും, ഇതൊക്കെ വേണ്ടേ? അത് വേണമെങ്കിൽ എന്നാണ് ഒരു ആസ്ഥാനം. അപ്പോൾ അവിടെയാണ് പറഞ്ഞത് ഈ ആധ്യാത്മികത. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും എല്ലാ ഇന്ത്യയിലുമാണ് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വെപ്പണാണ്. എൻ്റെ ആത്മീയത എൻ്റെ വെപ്പണാണ്, എൻ്റെ ആയുധമാണ്. ആയുധം എന്താണ്? ഈ ഇന്നലെ ഞങ്ങളുടെ നാടകത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്. മതം ഇല്ല എന്ന് പറയണ്ട, മതം ഉള്ളത് കൊണ്ടാണ് ചിലർ മതം കൊണ്ട് ഇവിടെ പലതും ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരാളല്ല, പല ആളുകളും. ആ മതമുള്ള ലോകത്ത് മതം കൊണ്ട് രാഷ്ട്രീയം, മതം കൊണ്ട് ജീവിതം, മതം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകളുടെ നാട്ടിൽ മതം മാറ്റിക്കൊണ്ട്, മതം ഇല്ലാതാക്കിക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. മതമുള്ള യുദ്ധഭൂമിയിൽ ആ യുദ്ധത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ എടുക്കേണ്ട ആയുധം മതം എന്ന ആയുധമാണ്. കാലാളോടും കുതിരക്കാരോടും ആനപ്പുറത്തിരിക്കുന്നവരുടെ യുദ്ധമുറ. മതമുള്ള രാജ്യത്ത് മതം കൊണ്ടെല്ലാം നടക്കുമ്പോൾ തദ്ദേശീയ ജനവിഭാഗങ്ങൾക്ക് അവർക്ക് അധികാര പങ്കാളിത്തം, അതുപോലെ തന്നെ അവർക്ക് ഭരണ പങ്കാളിത്തം ഒക്കെ നേടണമെങ്കിൽ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ അവർ സ്വത്വത്തിലൂന്നിയിട്ടുള്ള ആത്മീയതയാണ്, അവരുടെ മതമാണ്. അതുകൊണ്ട് തന്നെ ചണ്ടാള ബാബ ഈയിടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിച്ചത്. അതെ, അതിലേക്കായിരുന്നു ഞാൻ വരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് ചണ്ടാള ബാബ ഇറങ്ങുന്നു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ അത് തന്നെയാണോ? അതെന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ആത്മീയ മണ്ഡലത്തിൽ 20 കൊല്ലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ആവശ്യങ്ങൾ വരുമ്പോഴും എൻ്റെ പേഴ്സണലല്ല, എനിക്ക് ചുറ്റും എന്നെ കാണുന്ന പോലെ എനിക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അത് സാമുദായികമായിട്ടല്ല, വിവിധ ജാതി മത ചിന്തകളുള്ള ആളുകൾ, എൻ്റെ ഭക്തരും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ശിഷ്യരായിട്ട് ഇഷ്ടപ്പെടുന്നവരായിട്ട് ഇവർ പല വിഷമങ്ങളും പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ പോലും അതിന് വേണ്ട രീതിയിലൊരു പരിഗണന ലഭിക്കുന്നില്ല. അതിനൊരു രാഷ്ട്രീയക്കാരുടെ തൊട്ടാൽ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അവർക്ക് വേണ്ടിയൊരു ചിന്തയാണ്, എന്താണ്, ഇത് മാത്രം പോരാ. പ്രത്യേകിച്ച് മഹാനായ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഇത് ജനാധിപത്യത്തിൻ്റെ ശ്രീലകം കയറുക എന്നുള്ളത് ഭരണ പങ്കാളിത്തം ഉറപ്പാക്കണം എന്നാണ്. ഇപ്പോൾ ഇലക്ഷൻ നടന്ന സമയമാണ്. ഇലക്ഷൻ നടന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, CK ജാനു ആവട്ടെ, സണിയ കപ്പിക്കാടാവട്ടെ, ഇവരെയൊക്കെ തന്നെ സീറ്റ് കൃത്യമായി പറഞ്ഞു വെച്ച സീറ്റുകളായിരുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ എന്തുകൊണ്ട് മാറുന്നു? ഇവിടെ പറയുമ്പോൾ തോന്നണ്ട, ഞാൻ പലപ്പോഴും ബ്രാഹ്മണിസം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു, ബ്രാഹ്മണിസം എന്ന വാക്കല്ല ശരി. ഈ പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തുള്ളത് ശൂദ്രസമാണ്. എല്ലാ നായന്മാരുമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ചില നായന്മാർ ഇങ്ങനെ ചിന്തിക്കുന്നത് പറയാതിരിക്കാൻ എനിക്കാവില്ല. എൻ്റെ അമ്മ ഒരു നായരാ, അതുകൊണ്ട് ഇനി നായന്മാർ കല്ലെറിയണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും നായർ കമ്മ്യൂണിറ്റിപ്പെട്ട ചില ആളുകൾക്ക് ഈ കൺസെപ്റ്റ് ഉണ്ട്. കാരണം രാഷ്ട്രീയ പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് അവരാണ് നിയന്ത്രിക്കുന്നത്. അത് ഏത് പാർട്ടി നോക്കിയാലും അവരാണ് നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രണത്തിന് ഭാഗമുണ്ട്. CK ജാനു കൃത്യമായി അടിത്തറയുള്ള വ്യക്തിയാണ്. സണിയും കപ്പിക്കാട് എന്തുമാണ്, പൗരത്വ ഒന്നും എനിക്ക് വിഷയമല്ല. എന്നാലും ദലിത് എന്ന് പറയുന്ന സമൂഹത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന ഒരാളാണ്. എന്നാലും എന്ത് ചെയ്തു, ഇവർ രണ്ടുപേരെയും പറഞ്ഞു വെച്ച് അവസാനമായിട്ട് ആർക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് മുന്നിൽ ദലിത് സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. ദലിത് സമൂഹം കൃത്യമായി ചിന്തിക്കും. കാരണം മുസ്ലിങ്ങളാവട്ടെ, ക്രൈസ്തവരാവട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും അവർ കൃത്യമായി രാഷ്ട്രീയമായിട്ടൊരു ബാങ്ക് ആവാനൊക്കെ പറ്റുന്നുണ്ട്. ദലിതുകൾ അങ്ങനെയല്ല. ദലിതുകൾ കോൺഗ്രസ് പോയാൽ ദലിത് കോൺഗ്രസ് ആണ്. അതിന് രാജ്യത്ത് ആദ്യമായിട്ടുണ്ടായ SC വിഭാഗത്തിന്റെ സംഘടന എന്ന് പറയുന്നത് SC/ST മോർച്ചയാണ്. BJP-കാരാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് ദലിത് കോൺഗ്രസ്, ദലിത് ലീഗ്, PKS, ഇങ്ങനെ ഒരുപാട് സംഘടനകൾ. ഇതൊക്കെ എന്താണ്, രാഷ്ട്രീയ അടിമത്വം കൊണ്ടുവരികയാണ്. മഹാനായ അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്, ഈ ജനതയോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ രാഷ്ട്രീയമായി സ്വത്വത്തിൽ ഒന്നിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ ഭരണ പങ്കാളിത്തമാണ്. ആ ഭരണ പങ്കാളിത്തത്തിന് എന്ത് വേണം? ഈ പറഞ്ഞ പോലെ തന്നെ പല പല പാർട്ടിയായി ചിന്തിച്ചേറി അവിടെ ഇവിടെയും പോയി നിൽക്കാതെ ദലിതുകൾ രാഷ്ട്രീയമായി സംഘടിക്കണം. അത് മറ്റുള്ളവരുടെ എതിർപ്പല്ല. കോൺഗ്രസോ BJP ഇതൊന്നും വേണ്ട. രാഷ്ട്രീയമായി സംഘടിച്ചാൽ ഭരണ പങ്കാളിത്തം ഉറപ്പിക്കാൻ പറ്റും. ഭരണ പങ്കാളിത്തം ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അടുത്ത ഇലക്ഷൻ ഇനിയും വരുമല്ലോ. ഇത് 5 കൊല്ലം കൂടെ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇത് വരുന്ന സമയത്ത് വിലപേശം എന്താണ്, ഞങ്ങൾക്ക് ഇന്ന സീറ്റ് വേണം. അപ്പോഴാണ് ദലിതുകളുടെ ഏറ്റവും വലിയ പ്രശ്നം. ദലിതുകൾ സംഘപരിവാർ ഹിന്ദുത്വം എന്താ പറയുന്നത് ദലിതുകളോടെ, ക്രൈസ്തവർ നിങ്ങളെ മതം മാറ്റി കൊണ്ടുപോവുകയാണ്, ക്രൈസ്തവർ വലിയ പ്രശ്നക്കാരാണ്, എന്നിട്ട് ഇവിടുത്തെ ഹിന്ദു നമ്മൾ ഒന്നിച്ചാണെന്ന് പറയും. എന്നാൽ ഈ പറയുന്ന ആൾക്കാരനെ ഇപ്പോൾ തന്നെ ഗുരുവായൂരിലെ ഗോപാലകൃഷ്ണൻ, രാഷ്ട്രീയം പറയുമ്പോൾ ഒന്നും തോന്നരുത്, ഗോപാലകൃഷ്ണൻ നേരെ പോയിട്ട് പറഞ്ഞ ഗുരുവായൂരിൽ ഒരു മുസ്ലിം MLA ഉണ്ടായി, ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. എന്നാൽ ഇതുപോലെ തന്നെ ഇതിനേക്കാൾ വലിയ, ഗുരുവായൂരിനേക്കാൾ വലിയ ക്ഷേത്രമാണ് കേരളത്തിൽ ശബരിമല. ഇവരുടെ പ്രതിനിധിയായിട്ട് ആരാ നിർത്തിയത്? ഇവരെ നിർത്തിയിരിക്കുന്നത് ക്രിസ്ത്യനെയാണ്, അതും പെന്തക്കോസ്തുകാരനെയാണ്. ഈ പെന്തക്കോസ്തുകാരനെ നിർത്തിയ NDA-കാരൻ ഇവിടെ വന്ന് പറയുകയാണ് ഈ ഹിന്ദു വേണ്ടേ എന്നുള്ളത്. എന്താ അയ്യപ്പൻ്റെ അവിടെ ഹിന്ദു വേണ്ടേ? അപ്പോൾ ഇവർക്ക് സ്വീകാര്യമായത് വെക്കുന്ന സമയത്ത് ഞാൻ കുറ്റമല്ല പറയുന്നത്. ഇവിടെയാണ് ദലിതുകൾ മനസ്സിലാക്കണം. എന്താണ്, ഈ ദലിതുകളുടെ ഇടയിൽ പ്രധാനമായിട്ട് 2 വിഭാഗങ്ങൾ. ഒന്ന് പരിവർത്തിത ക്രൈസ്തവരായിരിക്കുന്ന ദലിതുകളും, പിന്നെ ഹിന്ദു മതം എന്ന് പറയുന്നതിൽ ഹിന്ദുയിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന നാടൻ പ്രയോജന മലബാരോ അല്ലെങ്കിൽ കാളി കൾട്ടൊക്കെ ഫോളോ ചെയ്യുന്ന ആളുണ്ടായിരിക്കാം, പൂർവാചാരങ്ങൾ. ഈ പിന്നെ 2 വിഭാഗത്തിലും ഹിന്ദുവും ക്രിസ്ത്യനായിട്ടുള്ള ആളുകളാണ്. ഇവർ ഈ തമ്മത്തല്ലാതെ ഒരുമിച്ച് നിന്ന് അടുത്ത ഇലക്ഷനെങ്കിലും വരുമ്പോൾ എന്ത് വേണം, ക്രൈസ്തവ വിഭാഗം, നമ്മുടെ സമൂഹത്തിലെ ദലിതുകളുടെ ക്രൈസ്തവ വിഭാഗത്തിന് ഇത്ര സീറ്റ് അത് ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ, ഇത്ര സീറ്റ്. പാണക്കാട് തങ്ങളെ ഇത്ര സീറ്റ് ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകൾ, അത് തന്നെ ഈ പറഞ്ഞ ഹിന്ദുയിസാവോ മറ്റുള്ളവ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് ഷെയർ ചെയ്തേ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ അല്ല പട്ടിക വിഭാഗങ്ങൾക്ക് സീറ്റ് കൊടുക്കേണ്ടത്. ഇവർ പറയുന്ന സീറ്റ് ഇവർക്ക് കിട്ടണം. ആ ഭരണ പങ്കാളിത്തവും അതിലേക്ക് ദലിതുകൾ തിരിച്ചറിയണം. അപ്പൊ അവിടെയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സംവരണ സീറ്റുകളിൽ മാത്രമാണ് സീറ്റ് കൊടുക്കാറുള്ളത്. അതും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് ചെറിയൊരു മാറ്റമുള്ളത് ഞാൻ ഇങ്ങനെയൊക്കെ വിമർശിച്ചാലും BJP-ക്കാണ്. അവരെന്താ വെച്ചാൽ അത് അവിടെ ഒരു രാഷ്ട്രീയമാണ്. കാരണം ഇപ്പൊ കൊടുക്കും, നാളെ തൊട്ടും കൊടുക്കില്ല. ഇപ്പൊ കൊടുക്കും,
നാളെ ഒട്ടും കൊടുക്കില്ല, ആരംഭമാണ്. അത് ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അത് കൊണ്ട് ഇരുത്താൻ അതാ ഇരുത്തിയില്ല. പക്ഷെ അധികാരം വന്നു കഴിഞ്ഞാലോ പിന്നെ ഇല്ല. അത് അമ്പലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അമ്പലങ്ങളുടെ പല ക്ഷേത്രങ്ങളിലും എന്താ ആദ്യം വിളക്ക് വെച്ചത് നാട്ടിലെ വല്ല ചെറുമിയൊക്കെ ആയിരിക്കും. പിന്നീട് ഇത്തരം ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചെറുമിക്ക് അധികം പ്രവേശനമില്ല. ഇവർ പറയുന്നുണ്ടെന്നൊക്കെ കമൻ്റൊക്കെ വരും. ഞാൻ ആദ്യം പറയാം, കേരളത്തിൽ ദേവസ്വം ബോർഡ് തന്ത്രിയാണ് ഞാൻ, RSSകാരൻ്റെ തന്ത്രിയല്ല. RSSകാരുടെയോ സംഘപരിവാറിൻ്റെയോ ഒരു ക്ഷേത്രത്തിൽ പോലും ഒരു പട്ടികജാതിക്കാരനോ പട്ടികവർക്കാരനോ ചീഫ് പ്രീസ്റ്റ് ആയിട്ടില്ല. എന്നെ നല്ലതാണ് ചീഫ് പ്രീസ്റ്റ് ആരെ വേണം വെക്കാം, എന്നെ വേണം. നമ്മൾ ദേവസ്വം ബോർഡിൽ ഞാനുണ്ടെന്നാണ് പറഞ്ഞത്, മറ്റുള്ളവർക്കില്ല. പൂജാരിയല്ല, ചീഫ് പ്രീസ്റ്റ്, തന്ത്രി. അപ്പോൾ ഇവിടെ മഹാക്ഷേത്രങ്ങളില്ല. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഈ അധികാരത്തിലും അങ്ങനെ തന്നെയാണ്. ഈ അധികാരത്തിൽ വരാൻ ഇവർ അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ കൊടുക്കും, പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ കൊടുക്കില്ല. കാരണം വെറും പ്രസിഡന്റ് ആവുന്നു എന്നുള്ളതല്ല, ഇവിടെ സംഘടന തലപ്പത്ത് ആരാന്നുള്ളതാണ്. സംഘടനാ സംഘപരിവാറാണ് RSSന്റെ തലപ്പത്ത് ആരാന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് മോഹൻ ഭഗവത് എന്ന ബ്രാഹ്മണനാണ്. അയാളുടെ മുർമു പ്രസിഡന്റാണ്. മോദി OBC ആണ്. OBCക്കാർക്ക് എന്താ മോദി ഇതെനിക്കറിയില്ല. മുർമു എന്താണ് പട്ടികജാതിക്കാർക്ക് ചെയ്യണത് എനിക്കറിയില്ല. അപ്പോൾ അത് ഒരു വ്യക്തി ഇരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കാര്യമില്ല, എന്തിനു ചെയ്യാനാകണ്ടേ? ഇവിടെയാണ് പട്ടിക വിഭാഗങ്ങൾക്ക് അവർക്കൊരു പ്രാതിനിധ്യം, ഭരണ പങ്കാളിത്തം ഉണ്ടാവണം. സനിയ കബിക്കാരൻ്റെ വിഷയമൊക്കെ എനിക്ക് വിഷമമായിട്ടുണ്ട്. അപ്പോൾ എന്താ സ്വതവേ എന്താ വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ BJPക്കാരുടെ നേതാവിനെയും കമ്മ്യൂണിസ്റ്റ് നേതാവിനെയും അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാവിനെയും കോൺഗ്രസ് നേതാവിനെയൊക്കെ മുഖ്യധാരയുള്ള ചില നേതാക്കന്മാരെ കണ്ട് സംസാരിച്ചതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവർക്ക് അതിനുള്ളൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. എന്നാൽ പോലും അവരെ കണ്ട് സംസാരിച്ചതായിട്ട് അവരെന്നോട് പറഞ്ഞതാണ്. ചണ്ടാള ബാബാറിന് വ്യക്തി ഇപ്പം നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങേക്ക് രാഷ്ട്രീയം വേണ്ട, അങ്ങ് ഈ പറയുന്ന ദലിത് ആദിവാസി വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക, അതിനുവേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഭൂരിപക്ഷം അങ്ങ് ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കല്ലേ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതിലാണ്ട് പറയും. രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിങ്ങളിപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു കരുതുക, നിങ്ങൾ നാളെ കോൺഗ്രസ്സിലാണ് ഇത്രയും കാലം കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തു എന്നാണ് പറയാം. BJPക്കാരനും പറഞ്ഞത് തന്നെയാണ്, എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ BJP സംഘപരിവാർ ഇത്രയും കാലം പരിവാറിലേക്ക് ആളെ കൂട്ടാനെന്ന് പറഞ്ഞൊക്കെ അങ്ങനെയാവും. കമ്മ്യൂണിസ്റ്റുകാരനും പറഞ്ഞു, ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടത് വിപ്ലവം കാണിച്ചൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹിന്ദുമതം കൊളാക്കാനാന്നുള്ളത് പറയാം. പണ്ട് ഇത് വേണ്ട. ലീഗുകാരും പറഞ്ഞു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ എന്തോ ആണ്, അത് വേണ്ട, നിങ്ങൾ സ്വതന്ത്രമായി നിൽക്കൂ, സംസാരിക്കൂ, ഒരു ആധ്യാത്മിക ആചാര്യനായ മതി. ദലിത് ആദിവാസി കമ്മ്യൂണിറ്റി ഒന്നും ഒരു ഉണ്ടായി വരട്ടെ. ഇപ്പോൾ തന്നെ ഒരു കേരളത്തിലെ ഒരു ഫേമസ് ഒരു മജീഷ്യൻ എന്നോട് പറയുകയുണ്ടായി, അങ്ങനെ ഞാനൊരു സാമൂഹിക പരിഷ്കർത്താവായിട്ടാണ് കാണുന്നത്. എല്ലാവരും കാണുന്നില്ല. ഒരാൾ പറഞ്ഞാൽ മോളെ ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ ഒരാളെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എന്താ പരിഷ്കരണം എന്ന് അദ്ദേഹത്തിന് അറിയാം, ഞാനല്ല പറയേണ്ടത്. എന്ത് പരിഷ്കരണം ഞാൻ വരുന്നത് ഈ കുപ്പായം കോട്ടൊന്നുമല്ല, ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ആഗ്രഹിച്ച് എനിക്ക് ഈ മേഖല അറിയാത്തതുകൊണ്ട് അറിവുകളോട് സംസാരിച്ചു. അതുമായി ബന്ധം അവരെ തീരുമാനം, അവരുടെ കാഴ്ചപ്പാട്, പിന്നെ ശിഷ്യന്മാരുടെ കുറച്ച് ആൾക്കാർ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ കുട്ടികളാണ്, ഇവരൊക്കെ പാടെ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുരു നിഷ്പക്ഷവാനായിട്ട് നിൽക്കണം, പക്ഷേ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടി ശക്തമായി സംസാരിക്കണം, അവർക്കൊരു ആരൂഢം ഉണ്ടായി വരണം. ആ ആരൂഢം കേരളത്തിൻ്റെ ആധ്യാത്മികത ഉറപ്പിക്കുന്ന കല്ലടിക്കോട് തന്നെയാകണം. കല്ലടിക്കോട് ഇരുന്നു കൊണ്ട് അങ്ങ് പ്രവർത്തിക്കുക. അങ്ങ് മറ്റുള്ളവരെ കാണാൻ പോവുകയല്ല, അങ്ങേ വേണ്ടവരവിടെ വന്ന് കണ്ടോളൂ, ഇല്ലെങ്കിലും വേണ്ടില്ല, അങ്ങ് പ്രവർത്തിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം എന്ന കാഴ്ചപ്പാട് അതോടെ അവസാനിക്കും. പക്ഷേ രാഷ്ട്രീയം ഉണ്ട് എങ്ങനെയാണ്? വെറും ആത്മീയതയല്ല, നിഷ്പക്ഷമായ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശിവഗിരി മഠത്തിലെ സ്വാമി പറയുന്നത് പോലെ, അതുപോലെ മറ്റേ ക്രിസ്ത്യൻ മഠങ്ങളിലെ സന്യാസിമാർ പറയുന്ന പോലെ, ബ്രാഹ്മണ മഠങ്ങളിലെ സന്യാസിമാർ പറയുന്നത് പോലെ, പാണക്കാട് തങ്ങൾ പറയുന്നത് പോലെ, കാന്തപുരം ഉസ്താദ് പറയുന്നത് പോലെ, അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടി എന്നെ അവർ അംഗീകരിച്ചാലും ശരി, അവരുടെ ആധ്യാത്മിക സ്പിരിച്വൽ ലീഡറായിക്കൊണ്ട് ശക്തമായി രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഭരണ പങ്കാളിത്തം ഉറപ്പിക്കുന്നതിന് മഹാനായ അംബേദ്കർ പറഞ്ഞതുപോലെ എൻ്റെ ജനത എന്ന് പറഞ്ഞാൽ എനിക്കൊരു തരത്തിലും മാറ്റമില്ല, എന്നാലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരാരോ, പ്രത്യേകിച്ച് അടിസ്ഥാന വിഭാഗങ്ങളും സ്ത്രീകളുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഒരു സ്പിരിച്വൽ ലീഡറിനപ്പുറം ഞാനൊരു സാധാരണ മനുഷ്യനെ പോലെ, ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു പ്രതിനിധിയെ പോലെ ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അത് ഭരണ പങ്കാളിത്തം കൃത്യമായി ആ അംബേദ്കർ വിഭാഗം ലഭിക്കണം. അയ്യങ്കാളിയുടെ സമരമുറകൾ ഒരിക്കലും നിലത്തിൽ ആരെയും കുറ്റപ്പെടുത്താനും വരുന്നില്ല. മതങ്ങളെ അല്ലെങ്കിൽ സമുദായങ്ങളെ നിരന്തരം കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. കാരണം ഇന്ന് അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇന്ന് നേരത്തെ ഞാൻ ശൂദ്ര എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ പോലും അത്തരം ചിന്തയുള്ളവർ ഇപ്പോൾ തന്നെ നിരന്തരം ആശ്രമത്തിലേക്ക് വിളിച്ച്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഈ രാഷ്ട്രീയ പ്രശ്നം പറഞ്ഞതിന് ശേഷം നിരന്തരം വിളിക്കുന്നത് ഹിന്ദുത്വർ, നിരന്തരം വിളിച്ച് ആശ്രമത്തിൽ ഫോൺ എടുക്കുന്ന പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് ഹിന്ദുത്വരാണ്. എന്നാൽ മുസ്ലിങ്ങളെ വില വിഷയങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ട് ഇതുവരെ ഒരു മുസ്ലിങ്ങൾ വിളിച്ചിട്ട് അങ്ങനെ ആക്ഷേപം ഉണ്ടായിട്ടില്ല, മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഞാൻ അവരെ പൊക്കി പറയുകയല്ല. എന്നാൽ ഈ ഹിന്ദുത്വരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഹിന്ദുത്വത്തിലും അല്ല, വിളിക്കുന്നതിൽ മോശമായി സംസാരിക്കുന്നതൊക്കെ ഹിന്ദുത്വരാണ്. എന്നാൽ എല്ലാ ഹിന്ദുത്വരും മോശമായി പ്രവർത്തിക്കുന്നവരല്ല. ഞാൻ പറയുന്നത് എടുത്തു പറഞ്ഞിരിക്കുന്നു. പക്ഷെ മറിച്ച് ആ പറഞ്ഞ പോരായ്മയുള്ള ആളുകളെ പോലും നിലയ്ക്ക് നിർത്താനും സഭ്യവും സംസ്കാരവും അറിയാത്തവരെ വിശ്വഗുരു ഭാരതം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഇങ്ങനത്തെ ഒരു പാഷാണത്തിലെ കൃമികൾ ഉണ്ടായാൽ മതി, എല്ലാതൊരു പ്രസ്ഥാനം മോശമായി പോകും. അതുകൊണ്ട് അത്തരം ആളുകളുടെ ശല്യം നിരന്തരമായി നടക്കുകയാണ്. പക്ഷേ അതൊന്നും ഒരു തളർച്ചയായിട്ടല്ല, അതൊക്കെ ഒരു അസറ്റായിട്ടാണ് എടുക്കുന്നത്. കാരണം ഇവർ എത്ര കൊണ്ട് കുത്തുന്നു, എത്ര കൊണ്ട് നോവിക്കുന്നു. ഇത്രയും കാലം ഹിന്ദുക്കളെ തന്നെ നോവിച്ചിട്ടുള്ളൂ. ഇനിയും ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അംബേദ്കർ പറഞ്ഞ പോലെയാണ് ഈ വരേണ്യ വിഭാഗം. ഇനി അത് തുടർന്നുകൊണ്ടിരിക്കട്ടെ. പക്ഷെ മറിച്ച് അതൊക്കെ എൻ്റെ എന്താ പറയുക,
എൻ്റെ അസറ്റാണ്. അവരെന്നെ ഉപദ്രവിക്കുന്തോളും ഞാൻ ചുട്ട് പഴുത്ത ഇരുമ്പം അടിക്കുന്ന കൊല്ലൻ ആ ആയുധം ഉണ്ടാക്കുന്ന പോലെ ഇവരെന്നെ ആക്രമിക്കുന്ന, ആക്ഷേപിക്കുന്ന, ഉപദ്രവിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് എൻ്റെ ഒരു എനർജിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അത് അവർക്ക് തന്നെ പാരയാകും.